ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. ചെങ്കടലിൽ നീ എന്നും പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നും പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി. സീനായ് മാമലമുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ
പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അനുഗ്രഹവും ആശീർവാദവും എന്നും ഈ മകനോടും ഈ മകൻ്റെ കുടുംബത്തോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. എന്നും നിൻ്റെ ഐശ്വര്യം ഈ മകൻ്റെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഈ കുടുംബത്തിൽ, ഞങ്ങളെല്ലാവരുടെയും കുടുംബങ്ങളിൽ നിലനിൽക്കാനായിട്ട് ഇടവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ചൈതന്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഞങ്ങൾക്കുണ്ടായിരിക്കണമേ. അമ്മേ, നീ ചോദിച്ചാൽ ഈശോ ഉപേക്ഷിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. അമ്മേ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാം വേണ്ടി നീ എപ്പോഴും ഈശോയുടെ മധ്യസ്ഥം വഹിക്കണമേ. വിശുദ്ധ യേശുവേ പിതാവേ, സകല വിശുദ്ധരെ നിങ്ങളുടെ പ്രത്യേക മധ്യസ്ഥം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ശാന്തി നുകർന്നു വളർന്നിടുവാൻ ശക്തിയും അറിവും നൽകണമേ. വഴിയും സത്യവും ഉന്നതമാം ജീവനുമേകി നയിപ്പവനേ, രക്ഷവിരിഞ്ഞൊരു വീതികളിൽ രക്താവിവരെ നയിക്കണമേ. ഉറഞ്ഞ മനസ്സുകളിൽ ദിവ്യമരങ്ങൾ നിറയ്ക്കണമേ. സൗഭാഗ്യത്തിൻ വീതികളാൽ ശാശ്വത കാന്തി പരത്തണമേ. ദൈവത്തിന് സ്തുതി. സമാധാനം പ്രത്യാശയോടുകൂടെയും ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് പോലെ ഭൂമിയിലുമാകണമേ. സമരനായ ദൈവമേ, വിവാഹമാകുന്ന ഒരാശ്രയി പരസ്പര ബന്ധിതരാകുവാനുള്ള ആഗ്രഹവും സന്നദ്ധതയും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന അക്വിനെയും ഫിലോമിനയെയും കാര്യപുറം ദുഃഖമാർഗമേ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി അവരുടെ ജീവിതത്തിൽ തീരുമാനത്തോടെ നിൽക്കുവാനുള്ള ശക്തി അവർക്ക് പ്രദാനം ചെയ്യണമേ. വിവാഹ ജീവിതത്തിന്റെ മാനങ്ങൾ മനസ്സിലാക്കുവാനും ആ ജീവിതത്തിന് വേണ്ടി സ്വയം ശുദ്ധീകരിക്കുവാനും
ഇവരെ സഹായിക്കണമേ. നമുക്ക് സർവ്വത്തിൽ സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം. സർവേശ്വരീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനവാക്യൻ പരിശുദ്ധൻ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ജീവദായകമായ ദിവസന്ദേശം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും ഞങ്ങളിൽ വർദ്ധിക്കുവാനും ഞങ്ങൾ രക്ഷ പ്രാപിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സഹോദരനെ വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയ ലേഖനം. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. വചനമനുസരിക്കാത്തവരുണ്ടെങ്കിൽ വാക്കുകൊണ്ടല്ല, ഭാര്യയുടെ ആദരവ് നിറഞ്ഞ നല്ല പെരുമാറ്റം കൊണ്ട് അവർ മാനസാന്തരപ്പെടുവാൻ ഇടയാകണം. ബാഹ്യ മോടിക്ക് വേണ്ടി മുടി പിന്നുകയോ സ്വർണ്ണാഭരണങ്ങൾ അണിയുകയോ വിശിഷ്ട വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യരുത്. അലങ്കാരമെല്ലാം ആന്തരികമായിരിക്കണം. അത് മനുഷ്യന്റെ ഹൃദയത്തിലായിരിക്കണം. അതായത് സൗമ്യവും ശാന്തവുമായ ആന്തരിക പ്രകൃതി. അത് അക്ഷയവുമാണ്. അതാണ് ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളത്. ദൈവത്തിൽ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായി സ്വയം അലങ്കരിച്ചത് അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ നിങ്ങളും വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിൽ ജീവദായകമായ കൃപയ്ക്ക് പുതിയ അവകാശിനി എന്ന നിലയിൽ അവളെ ബഹുമാനിക്കുകയും ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമൊന്നും സംഭവിക്കുകയില്ല. ലോകത്തിന്റെ പ്രകാശവും ജീവനുമായ മിശിഹായെ അങ്ങയെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്ത കാരുണ്യത്തിന് എന്നേക്കും സ്തുതിയും. നമുക്ക് ശ്രദ്ധാപുരം വിശ്വസുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് തന്നിമിത്തം പുരുഷൻ തന്റെ മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരുമെന്നും അവർ ഇരുവരും ഒരു ശരീരമായി തീരുമെന്നും അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകിയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ ഈശോയിൽ സ്നേഹമുള്ള അക്വിൻ, ലിൻസി, അച്ഛൻ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരുമിച്ചുള്ള ജീവിതത്തിന്റെ ഒരു കുടുംബമായിട്ട് തീരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന, സമ്മതം പ്രകടിപ്പിക്കുന്ന അവസരത്തിന് സാക്ഷ്യം വഹിക്കുവാനാണ് നമ്മളിവിടെ ഒരുമിച്ചായിരിക്കുക. ദൈവത്തെ സാക്ഷി നിർത്തി, സഭയെ സാക്ഷി നിർത്തി, നമ്മെ ഓരോരുത്തരെയും സാക്ഷി നിർത്തി അവർ തങ്ങളുടെ സമ്മതം പ്രകടിപ്പിക്കുമ്പോൾ നമുക്കും നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ നിമിഷങ്ങളിലായിരിക്കാം. അവരുടെ ജീവിതം എന്നും ദൈവാനുഗ്രഹം നിറഞ്ഞതായിട്ട് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് എന്നും ഒരുമയിൽ ജീവിക്കാനായിട്ട് ഇവിടെ ആരംഭിക്കുന്ന ഈ ജീവിതത്തിന്റെ അവസാനം വരെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും. സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട്, ജീവിതത്തിന്റെ വഴികളിൽ ഇവരെ കൈപിടിച്ച് നടത്താനായിട്ട് എല്ലാം ഉള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ആ വലിയ ഉത്തരവാദിത്വത്തെ അനുസ്മരിക്കാം. ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവരുടെ ഈ കുടുംബം എന്നും എത്ര ദൈവാനുഗ്രഹം നിറഞ്ഞതായിട്ട്, ഐശ്വര്യം നിറഞ്ഞതായിട്ട്, നന്മ നിറഞ്ഞതായിട്ട്, ദൈവത്തിന്റെ കൃപ നിറഞ്ഞതായിട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകം രണ്ടുപേരെയും സ്നേഹത്തോടുകൂടി ഓർമ്മിക്കുന്നു, നല്ല ആശംസകൾ അർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥന തുടരാം. അക്വിൻ ആൻഡ് തിരോമിന, നിങ്ങൾ വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നത് സ്വമനസ്സാലാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ വിവരം പരസ്യമായി അറിയിക്കുവാനുള്ള ഒരു അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിങ്ങളുടെ മനോഗതം നിങ്ങൾ പ്രകടമാക്കുകയും. സാക്ഷിമതമാണോ? സമ്മതമാണോ? ജിൻസി യോന, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് അക്വിനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ? സാക്ഷിമതം. സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും കൂടെ रात में दिन को
നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടും കൂടി നിന്ന് തങ്ങളുടെ വിവാഹ സമ്മതം പ്രഖ്യാപിച്ചിരിക്കുന്ന യുവാവിനെ വിവരിക്കാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവപ്രമാണങ്ങളും തിരുസഭയുടെ നിയമങ്ങളും അനുസരിച്ച് വിശുദ്ധനായി ജീവിക്കുവാൻ, രക്ഷിക്കുവാൻ പോകുന്ന ജീവിതസ്ഥിതിയിൽ ആത്മസംതൃപ്തി കണ്ടെത്തുവാൻ, കുടുംബജീവിതത്തിന്റെ കടമകൾ ശരിക്കും മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുവാനും, പ്രാർത്ഥനയും പരിത്യാഗവും വഴി വിവാഹ ജീവിതത്തിന് സ്വയം സജ്ജമാക്കുവാൻ, പ്രത്യേക വരം നൽകപ്പെടുന്നവർക്കല്ലാതെ വിവാഹ ജീവിതം വിജയപ്രദമായി നയിക്കുവാൻ സാധ്യമല്ല എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ സ്വർഗീയ ചൈതന്യം പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഈ യുവതി യുവാക്കന്മാരെ തൃക്കന്മാർക്കണമേ. ജീവിതത്തിലെ എല്ലാ ദിവസവും തുണയും സങ്കേതവും നൽകി അവരെ നയിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും നയിക്കും. പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സംപൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജനങ്ങളെ കരഘോഷം മുഴക്കുവിൻ, കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുവിൻ. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ. കർത്താവ് അത്യുന്നതനും ആരാധനമാകുന്നു, അവിടുന്ന് പ്രപഞ്ചത്തിന്റെ രാജാവാകുന്നു. വിജാതിയാരെയും ജനതകളെയും അവിടുന്ന് നമ്മുടെ കീഴിലാക്കി, യാക്കോബിന്റെ അവകാശങ്ങൾ കൊടുത്തുവിൻ. അവിടുന്ന് പ്രപഞ്ചത്തിന്റെ രാജാവാകുന്നു, നിങ്ങൾ അവിടുത്തെ സ്തുതിക്കുവിൻ. വിജാതിയുടെ രാജാവാകുന്നു, തന്റെ സിംഹാസനത്തിലിരുന്നുകൊണ്ട് അവിടുന്ന് ഭരണം നടത്തുന്നു. വിജാതിയുടെ ഭരണകർത്താക്കൾ അബ്രാഹത്തിന്റെ ദൈവത്തെ അംഗീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ രാജ്യമെല്ലാം ദൈവത്തിന്റേതാകുന്നു, അവിടുന്ന് അത്യുന്നതനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിയും. കർത്താവ് ഭരണം നടത്തുന്നു, ഭൂമിയെല്ലാം ആനന്ദിക്കട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർത്തുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനും ആകുന്നു.
ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഉയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മളുടെ വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. Peter, an apostle of Jesus Christ, to the elect who are sojourners of the dispersion in Pontus, Galatia, Cappadocia, Asia, according to the foreknowledge of God the Father, in sanctification of the Spirit, unto obedience and sprinkling of the blood of Jesus Christ, grace to you and peace to be multiplied. Blessed be the God and Father of our Lord Jesus Christ, who according to his great mercy begat us again unto a living hope by the resurrection of Jesus Christ from the dead, unto an inheritance incorruptible and undefiled, and that fadeth not away, reserved in heaven for you, who by the power of God are guarded through faith unto a salvation, ready to be revealed in the last time, that the proof of your faith, being more precious than gold, that perisheth though it is proved by fire, may be found unto praise and glory and honor at the revelation of Jesus Christ. യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ വയലിന് സമീപയായിരുന്നു ആ പട്ടണം. അവിടെയായിരുന്നു യാക്കോബിന്റെ കിണർ. യാത്രാക്ഷീണം മൂലം ഈശോ ആ കിണറ്റിനരികെ ഇരുന്നു. സമയം ഏകദേശം 12 മണിയായിരുന്നു. അപ്പോൾ ഒരു സമരിയാക്കാരി വെള്ളം കോരുവാൻ അവിടെ വന്നു. ഈശോ അവളോട് അരുൾ ചെയ്തു, എനിക്ക് കുടിക്കുവാൻ വെള്ളം തരിക. അവന്റെ ശിഷ്യന്മാർ പഴമുള്ള കിണറോ ഇല്ല, പിന്നെ എവിടെ നിന്നാണ് നിനക്ക് ജീവജലം ലഭിക്കുക? ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയ കിണറോ നീ? അയാളും മക്കളും ആടുകളും ഇതിൽ നിന്നാണ് കുടിച്ചിരുന്നത്. ഈശോ അവളോട് അരുൾ ചെയ്തു, ഈ വെള്ളം കുടിക്കുന്നവനെ വീണ്ടും ദാഹിക്കും. എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന വെള്ളം അവന് നിത്യജീവനിലേക്ക് ഒഴുകുന്ന വെള്ളത്തിന്റെ ഉറവയാകും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിയിടുന്നേ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വഴിയും സത്യവും ജീവനുമായ മിശിഹായെ നിന്റെ പരിപാലനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും മരണത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പരിഹാസത്തിന്റെ അടയാളമായ കൃഷിനെ പുനരുദ്ധാനം വഴി മഹത്വത്തിന്റെ ചിഹ്നമായി ഉയർത്തിയ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ അതിന്റെ ദുരാശകളോടുകൂടെ കുരിശിൽ തറയ്ക്കുവാനും ആത്മസമ്മേളനത്തിൽ നിത്യജീവൻ കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുനരുദ്ധാനത്തിന്റെ മഹത്വത്തിലേക്ക് ദൈവത്തെ നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ ഞങ്ങളുടെ രാജപാലകന്മാരെ സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദാരിദ്ര്യത്താലും രോഗത്താലും വലയുന്നവരും സത്യത്തെ പ്രതി അനുഭവിക്കുന്നവരും നിന്റെ മഹത്വപൂർണ്ണമായ ഉദ്ധാനത്തെയും അവർണ്ണനീയമായ സ്വർഗഭാഗ്യത്തെയും ഓർത്തുകൊണ്ട് ഓട്ടം ഓടുവാനും വിശ്വാസം സംരക്ഷിക്കുവാനും വലുതരണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവബലിയിൽ സജീവമായി പങ്കെടുക്കുവാനും ഞങ്ങളുടെ ജീവന്റെ ഉയർപ്പിന്റെയും കാരണമായ തിരുശരീരത്തെ യോഗ്യതയോടുകൂടെ സ്വീകരിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സ്വീകരിക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും അങ്ങേ സ്തുത്യർഹമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുകയും ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കൾ പുത്രിപുത്രന്മാർ സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വിശുദ്ധരുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടുകൂടി മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുകയും വിശുദ്ധയുടെ കൃപയാൽ ഈ വഴി നമുക്ക് സഹായത്തിനും രക്ഷിക്കുകയും സ്വർഗരാജ്യത്തിനും അന്ന് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധമായ നാമം എല്ലാ അക്ഷരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃത്യതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അധിക്കുന്നു. എന്റെ കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ അനുഗ്രഹത്താലും മഹത്വം അണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വൈദികർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും സന്യാസികൾക്കും അൽമായ പ്രേക്ഷിതർക്കും ഞങ്ങളെ പ്രത്യേക പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അൽഫിനും ലിൻസയ്ക്കും ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ നിമിഷങ്ങളിൽ ഞങ്ങൾ വേദനിപ്പിച്ച ഓരോ വ്യക്തിക്കും പലവിധ കാരണങ്ങളാൽ വേദനയും ആകുലതയും അസ്വസ്ഥതയും അനുഭവിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർതിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും ഈ സമയം അങ്ങയുടെ തിരുമുൻപിൽ അങ്ങയുടെ കാരുണ്യപ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധവും ജീവനായകവുമായ അങ്ങയുടെ നാമത്തിന്
സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും ജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ഈ ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, കൃത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സേവമുടനെ കൈക്കൊള്ളുവോൻ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമായി. നമ്മുടെ കർത്താവിശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. രക്ഷയുടെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ളതാകുന്ന ചരണത്തോടെ അപരാധങ്ങൾക്ക് ഉണ്ടാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗ്ഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ ആത്മാവോടുകൂടെ. വിശുദ്ധ ജനത്തിലുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാവുന്നു, ഏകപുത്രൻ പരിശുദ്ധനാവുന്നു, ഏകരൂഹ പരിശുദ്ധനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കട്ടെ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. അനേകപരമാണ് സന്തോഷത്തോടുകൂടെ ചേർത്തനങ്ങളുടെ ജീവിതം സുവിശേഷ വെളിച്ചം സ്വീകരിക്കുവാൻ നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനെ, നാലും നാദാ നിൻ ജീവനെ നിത്യസഹായകനെ. ഭഗതാരിലുളവിന്റെ പനിനീര് തൂങ്ങി അവിരാമമൊഴുകി വരൂ. വരദാനവാരിധി ഫലമേകുവാൻ മനസ്സുലമൊഴുകി വരൂ. നാലും നാദാ ആത്മാവിനെ ആശ്വാസദായകനെ. സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. മനുഷ്യവർഗത്തിന് പ്രതീക്ഷയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ കുർബാന വഴി അങ്ങനെ ആകട്ടെ, സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ.
തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കടം മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ സ്ഥലത്തെ ആചരണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. വിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂരങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പൂരങ്ങളിൽ ശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം എഴുതിയ സ്വർഗ്ഗകവാടത്തിൻ മുൻപിൽ, ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ദൈവമേ, ഞാൻ നിന്റെ മുമ്പിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങെനിക്കായി കരുതി വെച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. അനുദിനം നിൻ കൈകളെന്നെ കഴുകിടും സ്നേഹമോർത്ത മനം നിറയും സ്തുതി സ്തോത്രം പാടിയെന്നും വാഴ്ത്തിടും ഞാൻ. ദൈവമേ, എൻ ജന്മമങ്ങേ തിരുമനസ്സിന്ദാനമല്ലേ. മനസ്സിലെന്നെ കരുതിടുന്ന കരുണയെ ഞാൻ ഓർത്തിടുന്നു. ഇരുളുമൂടും വഴികളിൽ ഞാൻ ഇടയനില്ലാതലഞ്ഞ നാളിൽ പേരു ചൊല്ലി തേടി വന്നു മാറി എന്നെ ചേർത്ത സ്നേഹം. ദൈവമേ, ഞാൻ നിന്റെ മുൻപിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങെനിക്കായി കരുതി വച്ച കൃപകളെ ഞാൻ എണ്ണിടുന്നു. ദൈവമേ, നിൻ വീട്ടിലെത്താൻ ആത്മദാഹമേറിടുന്നു. തിരുമുഖത്തിൻ ശോഭ കാണാൻ ആത്മനയനം കാത്തിരിക്കും. ഒരു
പോലും അങ്ങേ പിരിയുവാൻ കഴിയുകില്ല. ദൈവസ്നേഹം രുചിച്ചറിഞ്ഞു ധന്യമായി എൻ്റെ ജന്മം. ദൈവമേ, ഞാൻ നിന്റെ മുമ്പിൽ മനമുയർത്തി പാടിടുന്നു. അങ്ങെനിക്കായി കരുതി വെച്ച കൃപകളെ ഞാൻ എന്നിടുന്നു. അനുദിനം നിൻ കൈകളെന്നെ തഴുകിടും സ്നേഹമൂർത്ത. മനം നിറയും സ്തുതി സ്തോത്രം പാടിയെന്നും വാഴ്ത്തിടും ഞാൻ. നിന്നെ കണ്ടിട്ടിന്നുള്ളിൽ മെല്ലെ വിട്ടല്ലോ പ്രേമമല്ലിപ്പൂ. ഒന്നു കാണാൻ എത്ര നാളായി കാത്തിരുന്നെന്നോ,
എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ ഈ സമയം ഞങ്ങൾ എല്ലാവരെയും അങ്ങയുടെ അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണമേ. എന്നും നിന്റെ ഐശ്വര്യവും കൃപയും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഭക്ഷണത്തിനായിട്ട് ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന ഭക്ഷണപദാർത്ഥങ്ങളെയും സ്വീകരിക്കുന്ന ഞങ്ങളെയും എല്ലാം നീ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. നിന്റെ സ്നേഹത്തിലും കൂട്ടായ്മയിലും എന്നും ജീവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്നോടൊന്നു ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്നു കിണുങ്ങാതെ
ചന്ദനമുകിലല്ലേ നെഞ്ചിൽ ചെമ്പകമൊട്ടല്ലേ വെൺചാമര വിശറികൾ വീശാൻ എന്നുടെ ശ്വാസക്കാറ്റില്ലേ കൂട്ടുകാരി കൂട്ടുകാരി നീ ഒരു കുയിലായി കൂകൂലേ പൂക്കാലം പൂക്കാലം പൊൻകണി വെച്ചിലേ നിൻ പൂവിതളും മയിലെന്നുടെ ചുണ്ടുകൾ മെല്ലെ മിടിച്ചിലേ മിഴിയാലി മഞ്ഞക്കിളിയുടെ തൂവലുടിഞ്ഞിലേ ചഞ്ചലമിഴികളിൽ എന്നുടെ നിഴലില്ലേ കൂട്ടുകാരി കൂട്ടുകാരി നീ ഒരു കുയിലായി കൂകൂലേ പാട്ടിൻ പൂത്തിരി കത്തിയ പുണ്യമറിഞ്ഞില്ലേ ഹേ കൂട്ടുകാരി കൂട്ടുകാരി നീ ഒരു കുയിലായി കൂകൂലേ ചന്ദനമുകിലല്ലേ നെഞ്ചിൽ ചെമ്പകമൊട്ടല്ലേ വെൺചാമര വിശറികൾ വീശാൻ എന്നുടെ ശ്വാസക്കാറ്റില്ലേ കൂട്ടുകാരി കൂട്ടുകാരി നീ ഒരു കുയിലായി കൂകൂലേ ചിരിച്ചെന്നെ കുടുക്കിയ മിടുക്കനല്ലേ കൊതിപ്പിച്ചു മയക്കിയ കുറുമ്പനല്ലേ കണ്ണും കണ്ണും ഇടഞ്ഞു നീ കണ്ടില്ലെന്നു നടിച്ചു അകക്കിളി മൊഴിഞ്ഞു നമുക്കീ പ്രണയം തുടക്കം എന്നുയിരേ അരികിൽ വരൂ അലിവിലമൃതവുമായി അഴകിലൊഴുകി വരൂ ഹൃദയ മധുരമിതാ ചിരിച്ചെന്നെ കുടുക്കിയ പിടുക്കിയല്ലേ കൊതിപ്പിച്ചു മയക്കിയ കുറുമ്പിയല്ലേ
സന്ധ്യയിൽ കണ്ട മുതൽ ഉള്ളിലെന്തിനോ മോഹം. ഇലത്തുമ്പിലുള്ള വെള്ളമഞ്ഞത്തുള്ളി പോലെ മെല്ലെ തുള്ളി തുള്ളുമ്പി ഞാൻ അറിയാതെ. പ്രണയ സൂര്യനെ പോലെ ഇനിയും പുളകം പകരാം എന്നുയിരേ. അരികിൽ അരികിൽ വരൂ, അലിവിനമൃതവുമായി അഴകിലൊഴുകി വരൂ, ഹൃദയ മധുരമിതാ. ചിരിച്ചെന്നെ കൊടുക്കിയ മിടുക്കനല്ലേ, കൊതിപ്പിച്ചു മയക്കിയ കുറുമ്പനല്ലേ. സ്നേഹചന്ദ്രികാ നിർമ്മലമായി എന്തിനെന്നെ നീ പുൽകി. നീ മാനസത്തുമൊത്തുപോലെ തിളങ്ങി നിന്നു, കരൾ ചെപ്പിക്കുള്ളിൽ നിന്നെ ഞാനൊന്ന് ഒതുക്കി വെച്ചു. കണ്ടു നിൽക്കവേ തോന്നി കാണാം വീണ്ടും കാണാം എന്നുയിരേ. അരികിൽ അരികിൽ വരൂ, അലിവിനമൃതവുമായി അഴകിലൊഴുകി വരൂ, ഹൃദയ മധുരമിതാ. ചിരിച്ചെന്നെ കുടുക്കിയ മിടുക്കിയല്ലേ, കൊതിപ്പിച്ചു മുഴുക്കിയ കുറുമ്പിയല്ലേ.